സാറ് കുറച്ച് മരം വാങ്ങിച്ചതാ. ഞാൻ സാറിനൊരു ശവപ്പെട്ടി ഉണ്ടാക്കി തരാം. അപ്പൊ അറിയാം ആചാര്യാണോ മൂച്ചാര്യാണോ. എടോ തന്റെ കയ്യിൽ വല്ല ഫോട്ടോ ഐ ഡി ഉണ്ടോന്ന്? ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അതിങ്ങെടുക്ക. ഇത് തന്റെയാണോ? പിന്നെ തന്റെയാണോ? എടോ ഈ ഫോട്ടോ തന്റെയാണോന്ന്? എന്റെ തന്നെയെന്ന്. 7 വർഷം മുമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇതിന് മുടി പോയിട്ടുണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. നോക്ക. ആ ഇത് ഇത്തിരിയല്ല, കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. ഇതിവിടെ ശരിയാവില്ല. ഇയാളെന്താ മനുഷ്യരെ കളിയാക്ക? നോക്കട്ടെ, ഞാനും നോക്കട്ടെ. ഇത് അയാളുടെ ലൈസൻസ് ആണെന്ന്. ഈ ഫോട്ടോ അയാളുടെതാണ്. നല്ല ചായ. തങ്കു നാക്കം നീട്ടി. പഴയ ഫോട്ടോ. അന്ന് ഞാനൊരു സുന്ദരനായിരുന്നു. ഇപ്പൊ ഷുഗർ വന്ന് ഞാനൊന്ന് ഓഞ്ഞു പോയി. പക്ഷെ ഇതുകൊണ്ട് അധികം പുറത്തിറങ്ങി നടക്കരുത്. വനം വകുപ്പ് കണ്ട പിടിച്ച് കാട്ടിക്കൊണ്ടുവിടും. ഇങ്ങോട്ട് താടാ കൊരങ്ങ. എന്തെങ്ങനെ? എടോ ഈ തെളിവ് വെച്ച് തനിക്കുള്ള ചെക്ക് ഞാൻ മൃഗശാലയെ കൊണ്ട് കൊടുക്കേണ്ടി വരും. മര്യാദയ്ക്ക് തന്തയും മോളും തെളിവും കൊണ്ടുപോവാ, എന്നിട്ട് തരാം ഷെയറും പയറും ഒക്കെ. അതുവരെ ചെക്ക് ഇവിടെ രജിസ്ട്രാർ അതിലുണ്ടാവും. ഇറങ്ങി പോടി, ഇറങ്ങി പോടാ. ഇത് എവിടെ കൊണ്ടുവച്ച്? യെസ്, TN01 AK 5657. ഹലോ, നിങ്ങൾ എന്നെ അന്വേഷിക്കുകയാണല്ലേ? അരുത്, അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത്. ആരാ 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 ഇത്? ഗീത, നിങ്ങൾ ഇന്നെന്റെ വീട് വാങ്ങിയില്ലേ? പക്ഷേ അത് നിങ്ങളുടേതാകും മുമ്പ് ആ വീടിനെ കുറിച്ച് വലിയൊരു രഹസ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മുടക്കിയ പണം നഷ്ടപ്പെടുമെന്നല്ലാതെ ആ വീട് ഒരിക്കലും നിങ്ങളുടെ സ്വന്തമാവില്ല. എന്താ? നേരിൽ പറയാം, പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്ന വിവരം ആരും അറിയരുത്. അതിനു മുൻപും അതിനുശേഷവും. എവിടെ? നാളെ പുലർച്ചയ്ക്ക് പള്ളിയിൽ വരൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഹലോ.
ഹലോ, അഞ്ജലി, ഞാനാ ഇത് വാസു. എന്താ ഈ നേരത്ത്? ഞാനൊരു കുടുക്കപ്പെട്ടിരിക്കുക, വേഗം എത്തണം. എവിടെ? ഗീത രാത്രി എന്നെ വിളിച്ചിരുന്നു, പുലർച്ചയ്ക്ക് പള്ളിയിൽ എത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്ലീസ് വേഗം വരണം, ഇവിടെ എന്തൊക്കെയാ കുഴപ്പമില്ല. ഹലോ